അങ്ങോട്ട് ചെറിയ കുറച്ച് ചിപ്സ് വെറുതെ പെട്ടെന്ന് കഴിക്കുന്ന ഇപ്പോ നമ്മള് ചെറുതായിട്ടൊന്ന് കറങ്ങിട്ട് വരാം. വെറുതെ ഇരിക്കല്ലേ, കുറച്ച് വെയിൽ കൊണ്ടിട്ട് വരാന്നേ. ശരിയാ, നല്ല വെയിലുണ്ട് കേട്ടോ. കണ്ടാ ഹലോ, വെൽക്കം ടു സോൾട്ട് ആൻഡ് പെപ്പർ. അപ്പൊ ഇന്ന് നമ്മളെത്തിയിരിക്കുന്ന സ്ഥലമാണ് പീട്ടർവാരുടെ ഉള്ളിൽ തന്നെ ഓട്ടൺ സെന്റർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഓട്ടൺ സെന്റർ ഷോപ്പിംഗ് മാളുകളുണ്ട്, ചെറിയ ഷോപ്പിംഗ് സെന്ററുകളുണ്ട്, പൗണ്ട് ലാൻഡ് ഉണ്ട്. ഇവിടുത്തെ പ്രശസ്തമായ ചീപ്പായിട്ട് കിട്ടുന്ന സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമാണ് പൗണ്ട് ലാൻഡ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ കേട്ടോ, കുറെ കമ്പനികൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ സ്കൂള്, നമ്മുടെ ബ്രിട്ടൻ സെന്റർ പോലെ തന്നെയുള്ള ചെറിയൊരു ഏരിയ ആണ് ഓട്ടനും. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന്. ഇത് നമ്മൾ സൈക്കിളാണ് വന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഏരിയ എന്നൊന്ന് നോക്കട്ടെ. നല്ലൊരു വെതറാണ്, അപ്പോൾ അത് കാരണം ഒന്ന് കറങ്ങാൻ ഇറങ്ങി. ഇതൊരു കോട്ടേജ് ആട്ടോ, നല്ലൊരു രസമാണ്. ഇതിൻ്റെ ആംബിയൻസും സൂപ്പറാണ്. വേറൊരു നല്ല ഭംഗിയുള്ള കോട്ടേജ് കാണിച്ചാൽ നല്ല രസമാണ്. ഇത് പണ്ട് കാലത്ത് ഇതാണ് പോസ്റ്റ് ഓഫീസ്. സോ ഇതാണ് നമ്മുടെ ഏരിയയിലുള്ള ഒരു പോസ്റ്റ് ഓഫീസ്. കണ്ടോ, ഇവിടെ ഇങ്ങനെ അഡ്വർടൈസ്മെന്റ്സ് സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെയാണ്. നമ്മുടെ നാട്ടിലെ പോസ്റ്റ് ഓഫീസൊക്കെ കണ്ടിട്ടുണ്ടോ? മാതിരി വലിയൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് കണ്ടോ. കുഞ്ഞൊരു വീട്, നല്ല ക്യൂട്ടായിട്ട്. മുമ്പിലൊരു പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ബോക്സ് ഉണ്ട്. അത്രേ ഉള്ളൂ, കഴിഞ്ഞു പോസ്റ്റ് ഓഫീസ്. പിന്നെ എന്തെങ്കിലും 2-3 അഡ്വർടൈസ്മെന്റ്സ് ഇങ്ങനെ വെച്ച് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. കാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഘോരഘോരമായ വനത്തിലേക്കുള്ള എൻട്രൻസ് ആണിത്. ഏതൊക്കെയോ വഴിയിട്ടാ. അയ്യോ ഇവിടെ പിന്നെയും ഒരു വാഹനം ഈ വനത്തിലേക്ക് ആരും ഇല്ലേ? 2 മനുഷ്യർ ആരാണ്ടൊരു സൈക്കിൾ ചവിട്ടി വരുന്നുണ്ട്. ഏതോ ഒരു പാലത്തന്നെ. ഇതന്നെയാ ഞാൻ വന്നത് കയറ്റി. ഇപ്പൊ നമ്മൾ പോണതേ ഇവിടെ കയാക്കിങ് നടക്കണ സ്ഥലമുണ്ട്, അവിടേക്കാണ് പോണേ. ഇപ്പൊ സൈക്ലിങ്ങും കയാക്കിങ്ങും പിന്നെ നല്ലൊരു വെതറായ കാരണം അങ്ങനെ ഒരു വഴിയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. കയാക്കിങ്ങിന്റെ ഫൈനൽ എയർഫോഴ്സുകാരുടെ കാഡറ്റ്സിന്റെ ട്രെയിനിങ് ആണ് കേട്ടോ. അവർക്ക് കയാക്കിങ്ങിന്റെ ഒരു സ്പേസ് ഉണ്ട് അവിടെ. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു പാലം വന്നാൽ പാലത്തിൻ്റെ അവിടെ നിറച്ച് വേസ്റ്റും ഇതൊക്കെ ആയിരിക്കേ. അപ്പോൾ ഇത് സിമ്പിളായിട്ടൊരു പാലാണ്.
അത്രയും വലിയ പാലത്തിന്റെ താഴെ നിങ്ങൾ നോക്ക്, വല്ല വേസ്റ്റോ വല്ലതും കൂട്ടിയിട്ടിട്ടുണ്ടോന്ന്. ഇവിടൊക്കെ വെള്ളം വന്നാലും വെള്ളപ്പൊക്കം ഉണ്ടാവില്ല, അത് ഒഴുകി പോകാനുള്ള സ്പേസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു സംഭവം അത് തന്നെയാണ്. ഇപ്പൊ കാണാൻ പോകുന്ന ഈ സാധനത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? കാണുന്ന സാധനം നമ്മുടെ നാട്ടിൽ കാണുന്ന ജലവൈദ്യുത പദ്ധതി പോലത്തെ ഒരു ചെറിയൊരു പദ്ധതിയാണ്. യു മീൻ ടർബൈൻ? ടർബൈനാണ്. ടർബൈനിൽ നമ്മള് കോളേജിലൊക്കെ പഠിച്ച പോലെ ഹൈഡ്രോളിക്സില് ഒരു പേരുണ്ടായിരുന്നു, ഒരു എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നു. അതാണ് ചെറിയ നദി, ഒരു നദി പോലത്തെ ഒരു സ്ഥലം കെട്ടി നിർത്തിയിട്ട് ആ വെള്ളം അടിച്ചിട്ടാണ് ഇത് തിരിപ്പിക്കുന്നത്. പക്ഷെ കറണ്ടിൽ ഇത് റണ്ണിങ് അല്ലത്. ആണോ? ഇവിടെ സൈക്ലിംഗ് ഒക്കെ ചെയ്തിട്ടാ. കാരണം ഔട്ട്ഡോർ ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ്. 6 മാസം നമുക്ക് മഞ്ഞും ഇതൊക്കെ ആയിരുന്നല്ലോ, ഇനി വെയിലിന്റെ ദിവസങ്ങളാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിന് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് സൈക്ലിങ് എല്ലാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും. പിന്നെ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരുന്ന് വെയിൽ കായും. എന്താണെന്നറിയില്ലല്ലോ, വൈറ്റമിൻ ഡി വാരിക്കൂരി കിട്ടാനായിരിക്കും. വൈറ്റമിൻ ഡി കാരണമുണ്ടോ? മൂക്കി വെള്ളം. ഞങ്ങൾ ഇതിന്റെ മുകളിൽ കൂടെ ഈ പാലം പോകുന്നുണ്ടേ. അപ്പൊ ആ പാലത്ത് കൂടെ എപ്പോ പോകുമ്പോൾ ആലോചിക്കുന്നത് എന്തു ഈ സംഭവം ഒരു വട്ടെങ്കിലും വന്ന് കാണുന്നു. കയറോ? ഇവിടുന്ന് അങ്ങോട്ട് ഊഞ്ഞാലാടെ. പിന്നെ വെള്ളത്തിന്റെ ലെവൽ അറിയാൻ വേണ്ടിയിട്ടാണ് കെട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറിയപ്പോ അതിന്റെ ഒരു അടിയിൽ 3ാമത്തെ ലെവൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടായി. ഒരു കുഞ്ഞൊരു ചെറിയൊരു വെള്ളച്ചാട്ടത്തിന്റെ ഒരു കുളിർമ. വെള്ളമൊക്കെ ഇങ്ങനെ തുള്ളി തുള്ളി കളിച്ചു വരണ. ഇങ്ങനത്തെ ഒരു ടർബൈൻ, ഐ മീൻ ഇങ്ങനത്തെ ഒരു ഇതിന്റെ ഒരു സൈഡാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോകുമ്പോൾ അവിടെ ചെറിയ ബോട്ടുകൾ ഇങ്ങനെ ഫിഷിങ്ങിനും അതുപോലെ തന്നെ ഇവിടെ ആട്ടെ വെള്ളം സ്റ്റോർ ചെയ്യുന്നത്. ഐ മീൻ കെട്ടി നിർത്തിയിട്ട് പിന്നെ ഇവിടെ നിന്നാണ് വെള്ളം അങ്ങോട്ട് പോണത്. കണ്ട? അയ്യോ എനിക്ക് വെള്ളം പേടിയോ. അയ്യോ നോക്കി വെള്ളം. നമ്മുടെ നാട്ടിലെ ബണ്ട് എന്നൊക്കെ പറയില്ലേ, ബണ്ടിന്റെ മോഡിഫൈഡ് വേർഷൻ. ബണ്ട് കെട്ടിയിരുന്നതിന് ശേഷം അവരത് ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്, ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ ഷട്ടർ ഉണ്ട്, വലിയ ഷട്ടർ കൊണ്ട് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷനും ചെയ്തിട്ടുണ്ട്. ഷട്ടറാണ് ഈ കാണുന്നത്. അതിന് ഇഷ്ടമായിട്ടോ. ഇവിടെ വെള്ളത്തിന് കുറച്ചുകൂടി ആഴം കുറവുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്ത് വെള്ളം കെട്ടി നിർത്തിരിക്കുക. അതിൻ്റെ ഉള്ളിൽ ചോർച്ചയുണ്ടോ? ആണോ? ഇതാണ് ഇതിങ്ങനെ ക്ലോക്കിന്റെ ഇതൊരു ഇതായിട്ട് തോന്നിയത്. ഇങ്ങനെ 1 2 3 ഇങ്ങനെ ഒരു ഇതുപോലെ. അത് ആ ഷട്ടർ തുറക്കണതിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. നമ്മുടെ ബണ്ടിന്റെ ഇത്തിരി കൂടി മോഡിഫൈഡ് വേർഷൻ. കണ്ട വെള്ളം, കണ്ട വെള്ളം, കണ്ട ബോട്ട്, കണ്ട? ഹൈ ഹൈ ഹയ്യമ്മ ഹയ്യമ്മ. ഇവിടെ ഒരു ചീന വല കെട്ടിയിട്ട് മീൻ പിടിക്കാൻ പറ്റണാവോ? സൈപ്പു വീടല്ലേ? എനിക്ക് വെള്ളം അലർജിയാ. എന്നെങ്ങാനും തട്ടിട്ട് എന്റെ ഡാഡി തറഞ്ഞാലുണ്ടല്ലോ. ഇതിൽ നിറച്ചും മീനുണ്ട്. ഇവിടെ നമ്മുടെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ അതിൻ്റെ ആഴം കാണാം. പക്ഷേ നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ പോവാണേ. പേടിയുണ്ടോ? ചെറുതായിട്ട് കൈയും പറക്കുന്നുണ്ടെന്ന്. അവർ വാർണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് സി വാർണിംഗ് അൺഈവൻ സർഫസ് എന്നൊക്കെ പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ സംഭവങ്ങളുണ്ട്. എൻ്റെ സൈഡിൽ കൂടെ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ. കണ്ടോ? വലിയ വലിയ മെഷീൻസ്, സാധനങ്ങൾ, എന്തൊക്കെയോ. എനിക്കെൻ്റെ പേരൊന്നും പറയാറിയത്തില്ല. സി വെള്ളം പോണ ഒരു ഇത് നോക്ക്. സ്പീഡ് കണ്ടോ? നല്ല ഇതിലാ പോണേ. ഭയങ്കര നോയ്സ് ഉണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ. കണ്ടോ? കണ്ടോ വെള്ളം ഒഴുകുന്ന സ്പീഡ് കണ്ടോ? നല്ല തണുത്ത കാറ്റ്. ആളുകളൊക്കെ കാണാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത്
ഇവിടെ ഒരു റെയിൽവേ പാളം ഉണ്ട് കേട്ടോ. ഇത് നീൻ പാർക്കിന്റെ റെയിൽവേ പാളം തോന്നുന്നു. നമ്മളപ്പോൾ അത് കടന്നു, പിന്നെയും പോകുന്നു. ഐസ്ക്രീം കഴിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ. ഇതാണോ സ്മോള്? താങ്ക് യു. ഓറിയോന്റെ ആണ്. ബാക്കില് താറാവുകളൊക്കെ എടുക്കുന്ന നോക്കി. അപ്പൊ താറാവുകള് കരക്ക് കയറി കയറി വന്ന് ഇവിടെ പുല്ലിന്റെ ഇടയിലൊക്കെ നിൽക്കുന്നുണ്ട്. ഇന്ന് വീക്കെൻഡ് ആയ കാരണം കുറേ പിള്ളേരൊക്കെ കൊണ്ട് പാരൻസ് ആണെങ്കിലും എല്ലാവരും ഒന്ന് കറങ്ങാനും ചില്ലാവനൊക്കെ വന്നിട്ടുണ്ട്. പാർക്ക് ചെയ്ത് വണ്ടികൾ ഇങ്ങനെ എടുക്കുന്നു. അപ്പോൾ ചെറിയൊരു ബ്രേക്കിന് ശേഷം ഒരു സ്മോൾ ബ്രേക്ക്, അത് നമ്മൾ പിന്നെയും നമ്മുടെ യാത്ര എടുത്തിടുകയാണ്. താറാവേ, ആർ യു കമ്മിങ് വിത്ത് മീ? നമുക്ക് ചട്ടിൽ കിടന്ന് നന്നായിട്ട് ഫ്രീ ആയിട്ട് കറിയാവാം. വേണ്ടാന്ന് അവർ പണിക്ക് പോകുന്നു ഗൈസ്. അങ്ങനെ അയ്യോ എന്നോ ഹൈറ്റും വേണ്ട വേണ്ട. അയ്യോ അത് വരുന്നത് എൻ്റെ പൊന്നു താറാവേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. അവിടെ ഇരുന്ന് കൊത്തിപ്പറിക്കുക. അയ്യോ അവിടെ വേണ്ട വേണ്ട. അയ്യോ ഔട്ട് വേ നല്ല രസമായിരുന്നു. കാരണം വെള്ളവും പിന്നെ കുറേ ആളുകൾ സൈക്ലിങ് കയാക്കിങ് നടത്തുന്നുണ്ട്, ജോഗിങ് ചെയ്യുന്നവരുണ്ട്, ഡോഗ് വാക്ക് ഭയങ്കര മതി പറ്റല്ല ഡോഗ് വാക്ക്. അപ്പോൾ ഡോഗ് വാക്കിന് ഈ പട്ടികളൊക്കെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു. ഇതാണപ്പോൾ ഓർട്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഷോപ്പിംഗ് ഉള്ള സ്പേസ് വരുന്നത്. അങ്ങനെ യങ് പീപ്പിൾസ് ആൻഡ് ഫൗണ്ട്ലാൻഡ്, എജസ് UK. ചാരിറ്റി ഷോപ്പ്, 2 ചാരിറ്റി ഷോപ്പുണ്ട്. ഒരെണ്ണം ഈ കാണുന്ന റൈറ്റ് സൈഡിലാണ്. പിന്നെ അപ്പുറത്ത് സൈഡിൽ YMCA ഒരു ചാരിറ്റി ഷോപ്പ്, 2 ചാരിറ്റി ഷോപ്പുണ്ട്. ഫൗണ്ട്ലാൻഡ് ഉണ്ട്, പിന്നെ റെക്സ് ഉണ്ട്, പിന്നെ അപ്പുറത്ത് B&M ഉണ്ട്. കുറേ ഷോപ്പുകൾ ഒരുമിച്ചുള്ള ഒരു സെൻ്ററാണ് കേട്ടോ. കടകൾ തേടിയുള്ള യാത്രയിലാണ്. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ പോകുന്നു. അടുത്തത് YMCA ഒരിതാണ്. പൗണ്ട്ലാൻഡ് കയറി കേട്ടോ. പൗണ്ട്ലാൻഡ് ഇച്ചിരി വലുതാണ്, നമ്മുടെ ബ്രിട്ടൻ സെൻറ്ററിലേക്കാളും വലുതാണ്. പിന്നെ ഇവിടെ ഒരു ബാറുണ്ട്, ഫാമിലി സ്പെൻഡ് ചെയ്യണത്. ഇവിടെ ഒരു ജിമ്മിൻ്റെ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ ഹെയർ കട്ടിങ്ങിനുള്ളത്, അങ്ങനെ കുറേ ഫെസിലിറ്റീസ്. ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങുന്നുള്ളൂ. നമ്മുടെ സ്പോർട്സ് ബാർ അങ്ങനെ തിരക്കൊന്നുമില്ല കേട്ടോ. ഒരു നല്ലൊരു വീക്കെൻഡായ കാരണം ഇങ്ങനെ പതുക്കെ ആൾക്കാർ ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു. വെയിലുണ്ട്, അതാണ് മെയിനായിട്ടുള്ളത്. ഭയങ്കര ചൂടാണ്. ഇവിടെ ഒരു ആർട്സ് ഗാലറി ഉണ്ട് കേട്ടോ. വന്നപ്പോൾ പിന്നെയും ഞങ്ങൾക്ക് വിശന്നു. അപ്പോൾ ഞങ്ങൾ അടുത്തത് വാങ്ങാൻ കയറിയിരിക്കുകയാണ്. കുടയൊക്കെ വെച്ചിട്ട് എന്തോ ഒരു ടേബിൾ, മരത്തിൻ്റെ ഒരു ടേബിൾ. പിന്നെ ഇവിടെ ഇങ്ങനെ ഫുള്ള് കാർ പാർക്കിംഗ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഓർട്ടണിൽ ഷോപ്പിങ്ങിന് വരാണെങ്കിൽ അങ്ങനത്തെ ഒരു നല്ലൊരു ഏരിയ ആണ്. കുഴപ്പമൊന്നുമില്ല, കടകളൊക്കെ അങ്ങനെ തിരക്കൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തു സൈഡിൽ. ഫാമിലിക്ക് ആയിട്ട് എല്ലാവരും കറങ്ങാനൊക്കെ വന്നിരിക്കുന്നു കേട്ടോ. ഐ എം വെയിറ്റിംഗ്. ഇത് ജിലേബിന്റെ പോലെ സോസാണല്ലേ. പുതിയ വരുന്നു, നല്ല മണം. ഇത് ഫുഡ് അടിച്ചു. നമ്മൾ ചിപ്സാണ് കഴിച്ചത്. അത് കഴിച്ചിട്ട് പിന്നെയും വെറുതെ ഇങ്ങനെ കറങ്ങാൻ നടക്കാൻ തുടങ്ങി. ഓട്ടർ സെൻ്ററിലെ യാത്ര വളരെ നന്നായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു. ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉള്ള ഒരു കുറേ ഷോപ്പുകളുണ്ട്. B&M ഉണ്ട്, പൗണ്ട്ലാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ക്വാളിറ്റി ഡിസ്കൗണ്ട് ഉണ്ട്. അങ്ങനത്തെ വലിയ ഷോപ്പുകളുണ്ട്. നമുക്ക് വീട്ടിലേക്കും ഗാർഡനിലേക്കും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നു കിട്ടും. വലിയ റേറ്റും വലിയ ചീപ്പാണ് സാധനങ്ങളല്ലത്. പിന്നെ ആളുകളൊക്കെ പുറത്തേക്ക് വേലിയായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയാണ്. ഇനി പുതിയ വീഡിയോകളുമായി വീണ്ടും വരുന്നത് വരെ ബൈ.